എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പരാതിയുള്ളവരും മയം കിട്ടുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരൊക്കെ ഇതിൽ പറയുന്ന സ്റ്റെപ്പുകൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. വട്ടയപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചരി നമ്മൾ 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി 4-5 മണിക്കൂർ നേരം നമ്മൾ കുതിർത്തെടുത്തേക്കുന്ന പച്ചരിയാണ്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് പച്ചരി എടുത്ത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരി നമുക്ക് നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ടേ. നമുക്കിനി ഇതിന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാവെടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഈ മിക്സ് നേരെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണേ. കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടി കട്ട പിടിച്ച് കരിഞ്ഞു പോവേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇളക്കി നല്ലപോലെ ഒന്ന് ഒരു കുറുക്ക് പരുവത്തിലേക്ക് ആക്കി എടുക്കണേ. നമ്മളിങ്ങനെ അരിമാവിനെ കുറുക്കിയെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ കപ്പി കാച്ചിയെടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വട്ടയപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മാവ് നല്ലപോലെ വെന്ത് കുറുകി ഈ ഒരു പരുവത്തിലേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവേ. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് കട്ടയായി പോവേ. അപ്പോൾ ആ ഒരു ചൂടൊന്ന് കുറയുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നേരം കൂടി ഇളക്കി കൊടുക്കണേ. നമ്മുടെ കപ്പി അതിൻ്റെ ചൂടൊക്കെ ആറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ഈ ഒരു പരുവത്തിലാട്ടോ അത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാക്കി അരിയും കൂടെ അരച്ചെടുത്ത് നമ്മുടെ വട്ടയപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് നമുക്ക് നേരത്തെ എടുത്തിരുന്ന ആ മിക്സിയുടെ ജാർ തന്നെ എടുക്കാം. അതിനകത്തുള്ള മാവ് നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള അരിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരവിയ തേങ്ങയും 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ഒരു ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ ഒരു 2 ഏലക്കയുടെ കുരുവും കൂടെ ഇട്ട് കൊടുക്കാവേ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കിട്ടാനാണ് നമ്മളിത് ഇടുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററും കൂടെ ഇട്ട് ബാക്കി വന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. നമ്മുടെ അരിയും തേങ്ങയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള മിക്സ് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാതെ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ ബാറ്റർ പകർത്തി വെച്ച് അതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. നമുക്ക് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എങ്ങനെ വേണേലും മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് ഈസ്റ്റിൻ്റെ നേർ പകുതി ചേർത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. ഒരു 2.5 മണിക്കൂർ നേരം ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഒരു തവി വെച്ച് നമുക്കിതിനെ പതുക്കെ ഒന്ന് കോരി നോക്കാവേ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിറയെ ബബിൾസ് ഒക്കെ ഉള്ളത് കാണാവേ. ഒരുപാട് കുത്തി ഇളക്കി നമ്മുടെ ബബിൾസ് ഒക്കെ താന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മുടെ അപ്പം നല്ല സ്പോഞ്ച് പോലെ പൊന്തി വരത്തില്ലേ. നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു അപ്പച്ചെമ്പ് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് എണ്ണയോ ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിന് നമുക്ക് അപ്പച്ചെമ്പിലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. ആവി തട്ടി കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 15 അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടും കേട്ടോ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വട്ടയപ്പം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അതിൽ കുത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ കോലിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ വട്ടയപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബാറ്ററി ഒഴിച്ച് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാവേ. നമുക്ക് ഈ അളവിലുള്ള 3 വട്ടയപ്പമാണ് കേട്ടോ ഇതും കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മൂന്നാമത്തെയും കൂടെ വെച്ച് കൊടുക്കണേ. ഇത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്കതൊന്ന് തുറന്ന് അതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട് നടുവേ പൊളന്നതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കാഷ്നട്ടൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. ഇനി നമുക്ക് അതും കൂടി ഒന്ന് വെന്തെടുക്കാവേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ.
നല്ലപോലെ ചൂടാറി കഴിഞ്ഞാലേ നമ്മുടെ വട്ടയപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് വെടിപ്പിച്ചെടുക്കാവേ. ഇനി നമുക്കത് കയ്യിലേക്കൊന്ന് തിരിച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി, വട്ടയപ്പം നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള വട്ടയപ്പാണ് കേട്ടോ. ഞാനിതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് വട്ടയപ്പമാണേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.